എല്ലാം ദൈവം തന്നതാണ് എന്ന മനോഭാവം നമുക്കില്ലെങ്കിൽ പിന്നെ ഉണ്ടാകാനുള്ള മനോഭാവം എന്തായിരിക്കും? ഞാൻ നേടിയെടുത്തതാണ് എന്ന മനോഭാവമായിരിക്കും ഉണ്ടാകുക. അങ്ങനെയാണ് പാപത്തിൻ്റെ ആരംഭം തന്നെ. ദൈവം പർദീസായെല്ലാം ആദത്തിന് ഹവ്വയ്ക്കും കൊടുത്തെങ്കിലും ദൈവം കൊടുക്കാത്തത് അവർ വാങ്ങിച്ചെടുത്തു. ദൈവം കൊടുക്കാത്തതാണ് ആ മരത്തിലെ പഴം, അത് പറിച്ചെടുത്തു. അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഉണ്ടായി. അബ്രാഹം യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ അബ്രാഹം ജയിച്ചു. അപ്പോൾ രാജാവ് അബ്രാഹത്തോട് പറഞ്ഞു, നീ അല്ലേ യുദ്ധം ചെയ്തത്, അവിടെ യുദ്ധത്തിൽ കിട്ടിയതല്ല, നീ എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ അബ്രാഹം പറഞ്ഞു, അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്ത് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, രാജാവ് കൊടുക്കാമെന്ന് വെച്ചത് അബ്രാഹം വേണ്ടെന്ന് വെച്ചു. അടുത്ത വാചകം അതിന് കാരണം പറയാ, രാജാവാണ് എന്നെ സമ്പന്നനാക്കിയതെന്ന് ലോകം പറയാതിരിക്കാൻ, ദൈവമാണ് എന്നെ സമ്പന്നനാക്കിയതെന്ന് ലോകം അറിയുവാൻ രാജാവ് കൊടുക്കാമെന്ന് വെച്ചത് അബ്രാഹം വേണ്ടെന്ന് വെച്ചു. അപ്പോൾ സമ്പത്തിൻ്റെ നേരെ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മനോഭാവമാണ്, കാര്യം നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ അധ്വാനിച്ചതുകൊണ്ട് സമ്പത്തുണ്ടാകണമെന്നുണ്ടോ? അധ്വാനിച്ചതുകൊണ്ട് സമ്പത്തുണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് പലരുടെയും അധ്വാനം ഫലമില്ലാതെ പോകുന്നുണ്ട്. അധ്വാനിച്ചിട്ട് ഫലമില്ല, ആദായം ഉണ്ടാകുന്നില്ല. നമുക്ക് വെച്ച് പുലർത്തേണ്ടതായ ദൈവം നമുക്ക് തരുന്ന ആത്മീയമായ അനുഭവം ഇത് ദൈവത്തിന് ദാനമാണ് എന്ന അനുഭവമാണ്. പക്ഷെ ഇത് ദൈവത്തിന് ദാനമാണ് എന്ന അനുഭവം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി കഴിയുമ്പോൾ അതങ്ങോട്ട് നമ്മുടെ ഉള്ളിൽ വരണമെന്നില്ല. അത് വരണമെങ്കിൽ അത് നമ്മൾ ബലിപീഠത്തിൽ വെച്ച് നന്ദിയും സ്തോത്രവും പറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ നന്ദിയും സ്തുതിയും പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് ഒരു ഘട്ടം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ എൻ്റെ എന്നുള്ളത് മുഴുവനും കത്തിപ്പോവുകയും നമ്മുടെ മനസ്സിൽ വളരെ വ്യക്തമായ ഒരു ബോധമുണ്ടാകുകയും ഇത് മുഴുവനും എൻ്റെ ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്,